തവനൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്ററിനെതിരെ പ്രദേശവാസികൾ ജനകീയ മാർച്ച് നടത്തി. ജനവാസ മേഖലയിൽ MCF നിർമ്മിക്കുന്നുവെന്നാരോപിച്ചായിരുന്നു മാർച്ച്. തവനൂർ ഗ്രാമപഞ്ചായത്തിലെ 15-ാം വാർഡിൽ ജനവാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മിനി സ്റ്റേഡിയത്തിന് സമീപം അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കുന്ന മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി സെന്റർ പൊതുജനങ്ങൾക്ക് പ്രയാസമാവുമെന്ന് ആരോപിച്ചാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തിയത്. MCF സ്ഥാപിക്കാനുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെയാണെന്നും MCF സ്ഥാപിച്ചാൽ പഞ്ചായത്ത് ഗ്രൗണ്ട് നഷ്ടമാവുമെന്നും പ്രദേശവാസികൾ ആരോപിച്ചു. പ്രസിഡന്റിൻ്റെ അടുത്തും വൈസ് പ്രസിഡന്റുമായി ഈ വിഷയവുമായി സംസാരിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവരും പറഞ്ഞത് ഇതേ നിലപാടല്ല. ആദ്യം നമ്മുടെ അടുത്ത് ആമുഖമായിട്ട് നമ്മുടെ വിഷയമായി സംസാരിക്കാൻ വന്നാന്നുള്ളത് ആമുഖമായി അവർ പറഞ്ഞത് സെക്രട്ടറി എന്താണോ പറഞ്ഞത് അതാണ് ഞങ്ങൾക്കും പറയാനുള്ളതെന്നാണ് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും ഭാഗത്തുള്ള മറുപടി ഉണ്ടായത്. അവരുമായി സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞത് 2 ദിവസം കൊണ്ട് അവിടെ പണി തുടങ്ങും. 2 ദിവസം കഴിഞ്ഞ് ഇലക്ഷൻ്റെ ചട്ടലംഘന സമയം കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞാൽ ആ ഗ്രൗണ്ടിൽ പണി തുടങ്ങുന്നതാണ് ഇവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. 2 ദിവസമല്ല 2 വർഷം എടുത്താൽ ഇവർ ഈ പണി അവിടെ തുടങ്ങും. ഇതൊരു സൂചന സമരം മാത്രമാണ്. നിയമത്തിലൂടെ പേപ്പറിലൂടെ നമ്മൾ മര്യാദ അടിസ്ഥാനത്തിൽ പല പരാതികളും നമ്മൾ കൊടുത്തു നോക്കി. ഇവരെപ്പോഴും ഇവർ എന്തിനാണ് ഇവരുടെ ലാസ്റ്റ് തീരുമാനം? ഗ്രാമനിവാസികളോട് എന്തിനാണ് ഈ തവനൂർ പഞ്ചായത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ പല സ്ഥലങ്ങളിലുമായിട്ട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചു കഴിഞ്ഞു ഈ സംഗതി ഈ പ്രദേശത്തെ നടപ്പിലാക്കുള്ളൂ. പല സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോഴും ഭരണസമിതി അനുഭാവികളും പറഞ്ഞത് ഇതവിടെ പദ്ധതി വരും, നിങ്ങൾ സമരം ചെയ്തിട്ട് യാതൊരുവിധ കാര്യവുമില്ല, ഇതിൻ്റെ പുറങ്കഥകൾ സമയം ചെലവഴിച്ചിട്ട് യാതൊരുവിധ കാര്യവുമില്ല, ഈ പദ്ധതി ഞങ്ങൾ അവിടെ നടപ്പിലാക്കുന്നുള്ള ധാർഷ്ട്യമായ തീരുമാനമാണ് പഞ്ചായത്തിൽ നിന്ന്. ഇതിൻ്റെ മുന്നേ പല വേദിയിലും ഇവരുമായിട്ട് നമ്മൾ സംസാരിച്ചപ്പോഴും പല ആളുകളുമായിട്ടും സംസാരിച്ചപ്പോൾ ഇവരുടെ തീരുമാനത്തിൽ മാറ്റങ്ങളൊന്നുമില്ല, ഞങ്ങളിതുവരെ കൊണ്ടുവരുന്നതാണ്. എന്നാൽ ഗ്രൗണ്ടിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ഇതിനോട് ചേർന്നുള്ള സ്ഥലത്ത് അജൈവ മാലിന്യങ്ങൾ മാത്രം സംസ്കരിച്ച് കയറ്റി അയക്കുന്ന കേന്ദ്രമാണ് നിർമ്മിക്കുന്നതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അവിടെ നമ്മൾ MCF ആണ് സ്ഥാപിക്കാൻ പോകുന്നത്. ഇപ്പം നിലവിൽ നമുക്കറിയാം ഇംഗലത്ത് സെൻട്രലായിട്ട് തന്നെ MCF ഉള്ളതാണ്. അത് പൊതുജനങ്ങളെല്ലാവരും കാണുന്നതുമാണ്. അത്തരത്തിലൊരു സ്ഥാപനത്തിൻ്റെ ഒരു MCFിനെയാണ് നമ്മളവിടെ സ്ഥാപിക്കുന്നത്. ഒരിക്കലും ഗ്രൗണ്ടിനെ അത് ബാധിക്കില്ല എന്നുള്ള ഉറപ്പുകൊണ്ട് തന്നെയാണ് നമ്മളവിടെ MCF നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാരണം ഗ്രൗണ്ടിൻ്റെ ടെൻഡറും കാര്യങ്ങളൊക്കെ ആയതാണ്. അപ്പോൾ അതവിടെ നിർമ്മിച്ചതിന് ശേഷം തന്നെയാണ് നമ്മൾ അവിടെ MCF നിർമ്മിക്കാൻ പോകുന്നത്. അജൈവ മാലിന്യങ്ങൾ മാത്രമാണ് അവിടെ പോകുന്നത്. കാരണം നമുക്കറിയാം വീടുകളിൽ നിന്ന് നമ്മൾ ഹരിതകർമ്മസേന കളക്ഷൻ ചെയ്യുന്നതന്നെ എന്താ വെച്ചാൽ കഴുകി ഉണക്കിയെടുത്ത പ്ലാസ്റ്റിക്കാണ്. അത് തരംതിരിച്ച് കൊണ്ടുപോകണുള്ളൂ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ എന്ന് വെച്ചാൽ ആളുകൾക്ക് യാതൊരുവിധ തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലല്ല ഇത്. കാരണം വെച്ചാൽ നമ്മൾ കൺവെയർ ബെൽറ്റ് അടക്കം വിട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ വേർതിരിച്ച് ഈ സാധനം അയക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് നമ്മൾ ഒരുക്കാൻ തീരുമാനിച്ചത്. ഇപ്പോൾ ആളുകളുടെ ഒരു പരാതി എന്താണെന്ന് വെച്ചാൽ ഗ്രൗണ്ട് കയ്യേറിക്കൊണ്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ഒരിക്കലും ഗ്രൗണ്ട് അവിടെ കുട്ടികൾ കളിക്കുന്ന കളിക്കളം നമ്മൾ ഒരിക്കലും കയ്യേറിയിട്ടില്ല. കയ്യേറുക മാത്രമല്ല, അവിടെ ഗ്രൗണ്ട് ഏറ്റവും നല്ല രീതിയിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 20 ലക്ഷം രൂപ നമ്മൾ ടെൻഡർ നടപടികൾ പൂർത്തിയായി പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് നമുക്ക് പണി ആരംഭിക്കാൻ കഴിയാതിരിക്കുകയാണ്. അപ്പോൾ ആ പെരുമാറ്റച്ചട്ടം കഴിയുന്നതോടുകൂടി അവിടെ ഗ്രൗണ്ട് നിലവിൽ വരും. പ്രതിഷേധത്തിന് അഡ്വക്കേറ്റ് ഷഹ്ലാൻ, അക്ബർ ഐങ്കലം, KV രജീഷ്, അഡ്വക്കേറ്റ് അശ്വതി എന്നിവർ നേതൃത്വം നൽകി. NCV ന്യൂസ് എടപ്പാൾ. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ്സ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.